ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് വേദപുസ്തകം എടുക്കാം. 13-ാം സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ജീവിതത്തിലെ വളരെയേറെ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവ പൈതലാണ് ഈ സങ്കീർത്തനക്കാരൻ. ഇപ്പോൾ വായിച്ച വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജീവിതം അസ്വസ്ഥമാണ്, ഹൃദയം കലങ്ങിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ എന്നെ മറന്നു കളഞ്ഞുവോ? ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞുവോ? എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും? സങ്കീർത്തനക്കാരനും വളരെ വേദനയോടെയാണ് ഈ ഭാഗങ്ങൾ, ഈ സങ്കീർത്തനം എഴുതുന്നത്. ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1-2 വാക്യങ്ങളെ, 6 വാക്യങ്ങളേ ഉള്ളൂ. 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ജീവിതം അസ്വസ്ഥരായിട്ടിരിക്കുന്നു, ജീവിതം കലങ്ങിയിരിക്കുന്നു. എന്നാൽ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ജീവിതം പ്രതിസന്ധിയുടെ മധ്യത്തിലും ആ പ്രശ്നത്തിൻ്റെ നടുവിലും സങ്കീർത്തനക്കാരൻ ക്ഷീണിച്ചു പോകുന്നില്ല, തകർന്നു പോകുന്നില്ല. തളർച്ച പറ്റിയെങ്കിലും തകർന്നു പോകാൻ അനുവദിക്കാതെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. 1-2 വാക്യങ്ങൾ നാം കണ്ടു. ഏറെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു ഹൃദയം, കലങ്ങിയിരിക്കുന്ന ഹൃദയം. എന്നാൽ 3-4 വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ 5-6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് സ്തോത്രം പറഞ്ഞു ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിലെ വലിയ വേദനയുടെ നടുവിൽ നിന്ന് പ്രാർത്ഥന എന്ന വഴിയിലൂടെ സ്തോത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള വിവരണമാണ് ഈ സങ്കീർത്തനം. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അസ്വസ്ഥനാകുന്നത്? നാം വായിക്കുമ്പോൾ ദൈവീക സാന്നിധ്യം നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവിടെ ഒരു വാക്യം ഇങ്ങനെയാണ്, നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കുന്നത് എന്ത്? ദൈവമുഖം കാണാൻ സാധിക്കുന്നില്ല, ദൈവം കൈവിട്ടുവോ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഭാരം. ദൈവമക്കളെ, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും അവൻ ഏത് സമയത്തും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. ആ ദൈവീക സാന്നിധ്യം അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. കഷ്ടതയുടെ മധ്യത്തിലും കണ്ണുനീരിൻ്റെ മധ്യത്തിലും അല്ല സന്തോഷത്തിൻ്റെ മധ്യത്തിലും, ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെ നടുവിലും ജോലിസ്ഥലത്തും ഏത് രംഗത്തും അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 17-15 വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. സങ്കീർത്തനക്കാരൻ്റെ തൃപ്തി, ആശ്വാസം, ആനന്ദം ദൈവമുഖം കാണുന്നതിലാണ്. രാജാവാണ്, രാജകൊട്ടാരത്തിലുണ്ട്, എല്ലാ ആധിപത്യവും ഉണ്ട്, എല്ലാ സന്തോഷങ്ങളും ഉണ്ട്, എല്ലാ പരിവാരങ്ങളും ഉണ്ട്. പക്ഷെ അതിലൊന്നുമല്ല സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ സന്തോഷവും സമാധാനവും.
ദാവീദ് ദൈവത്തിൻ്റെ മുഖം കാണുന്നവനാണ്. ഉണരുമ്പോൾ ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന്. മാത്രമല്ല 67-ാം സങ്കീർത്തനത്തിൽ അത് തുടങ്ങുന്നത് തന്നെ ഒരു ആശീർവാദം പറഞ്ഞുകൊണ്ടാണ്. 67-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം: ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. ദൈവമക്കളെ, പ്രകാശം, ആ മുഖം പ്രകാശിക്കുന്നതാണ് സന്തോഷവും സമാധാനവും സങ്കീർത്തനക്കാരന് ലഭിക്കുന്നത്. ഈ സങ്കീർത്തനക്കാരൻ തന്നെ 51-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ എന്ന്. നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. നിത്യനായ ദൈവത്തോടുള്ള ആ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകല്ലേ, എന്നെ തള്ളിക്കളയല്ലേ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാപം സംഭവിച്ചു, വലിയൊരു പിഴവ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ കൊലപാതകം ചെയ്തു, ഞാൻ വ്യഭിചാരം ചെയ്തു. എൻ്റെ ദൈവമേ, വലിയൊരു അപകടത്തിൽ ഞാൻ പെട്ടുപോയല്ലോ. എന്നാൽ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്താൽ ഞാൻ എവിടെ പോകും? ദൈവമക്കളെ, ഇതാ ദൈവീക സാന്നിധ്യം ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് വലിയൊരു അപകടമാണ്. ജീവിതത്തിലെ പ്രതിസന്ധിയിലേക്ക് അത് വഴി നടത്തും. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് കുരിശിൽ കിടന്നപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഈ ലോകത്തിൻ്റെ പാപം മുഴുവൻ ക്രിസ്തുവിലായപ്പോൾ ഇതാ പിതാവായ ദൈവം കണ്ണടച്ചു കളഞ്ഞു, പിതാവായ ദൈവം കൈവിട്ട് കളഞ്ഞു. ദൈവമക്കളെ, ജീവിതത്തിൽ ഇതാ പാപം വരുമ്പോൾ ദൈവീക സാന്നിധ്യം നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നാം നീക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇതാ നിരാശയിലായി പോകും. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ അസ്വസ്ഥനാകുന്നത് അതുകൊണ്ടാണ്, അവൻ്റെ ഹൃദയം കലങ്ങുന്നത് അതുകൊണ്ടാണ്. നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കുന്നത് എന്ത്? ഒന്നാമത്തെ കാര്യം, സങ്കീർത്തനക്കാരൻ അസ്വസ്ഥമാകുന്നത്, കലങ്ങുന്നത് ഇതാ ദൈവം എന്നെ കൈവിട്ടുപോകോ എന്നുള്ളതാണ്. ദൈവീക സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടുകയാണോ എന്നുള്ള ആ ചിന്തയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ നാം വായിക്കുന്നു 13-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 2-ാം വാക്യം: എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എൻ്റെ ഉള്ളിൽ വിചാരം പിടിക്കുന്നു. ഇതാ ലോക ചിന്തകൾ. ജീവിതത്തിൽ പല പല വൈഷമ്യങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, അത് സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കും, കടം വന്ന് കയറിയതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വന്നതുകൊണ്ടായിരിക്കാം. അതെല്ലാം നമ്മുടെ ജീവിതത്തോട് നാം ചേർത്ത് ചിന്തിക്കണം. നമ്മുടേതായ പ്രായോഗികമായ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണിത്. ദാവീദിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഉള്ളത്തിൽ വിചാരം പിടിച്ചിരിക്കുകയല്ലേ പല പല കാര്യങ്ങൾ ഓർത്ത് നമ്മുടേതായ ദാമ്പത്തിക ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിൽ വന്നുപോയ പിഴകൾ, വന്നുപോയ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മനസ്സല്ല, ഇന്ന് കലഹം, തമ്മിത്തല്ല്, ഇഷ്ടക്കുറവ്, നീരസം എന്ന് വേണ്ട അനേകം കാര്യങ്ങൾ. ഭർത്താവിനെ കുറിച്ച് ഭാരപ്പെടുന്നു, അദ്ദേഹം മദ്യപാനിയായിരിക്കുന്നു, മക്കളാണെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു. ഇതാ വ്യക്തിബന്ധങ്ങൾ തകരുന്നു, ഡൈവേഴ്സിലേക്ക് നീങ്ങുന്നു. ഇതാ കുടുംബ ബന്ധങ്ങളെല്ലാം തകരുന്നു. ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നു, വേദപുസ്തകം വായിക്കുന്നു, ഞാൻ വലിയ കുഴപ്പത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ, ഒരുവിധം നല്ലവനായി ജീവിക്കുന്നത് കൊണ്ട് എനിക്കെന്തുകൊണ്ട് ഈ അത്യാപത്തുകൾ വരുന്നു? എനിക്ക് കടം കൂടിക്കൂടി വരുന്നത് എന്താണ്? എനിക്കൊരു വാടക വീടല്ലേ ഉള്ളൂ, എനിക്കൊരു വീട് പോലും ഇല്ലല്ലോ. ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ തളർത്തിക്കളയും, നമ്മെ നിരാശപ്പെടുത്തും. ദൈവമക്കളെ, ഇവിടെ ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇത് ആത്മീകമായിട്ടും പരാജയം, ആത്മീകമായ യുദ്ധത്തിലും പരാജയപ്പെടുന്നു.
ഒരു ജയജീവിതം ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കുന്നില്ല. ഇതാ പലപ്പോഴും ചിന്തകളിലും ആഗ്രഹങ്ങളിലും പാപം കടന്നു വരുന്നു. ആഗ്രഹിക്കാത്തതും ഒരിക്കലും ചിന്തിക്കാത്തതുമായ പാപങ്ങളാണ് ഉള്ളിലേക്ക് ഇരച്ചു കയറി വരുന്നത്. ഒരു ജയജീവിതം ലഭിക്കുന്നില്ല. പാപത്തോടുള്ള പോരാട്ടത്തിൽ ഞാൻ പരാജയപ്പെടുകയാണോ? പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹം കുറഞ്ഞു വരുന്നു. വചനം വായിക്കണമെന്നും ഏറെ നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഹൃദയം പകരണമെന്നുള്ള ആ ഒരിക്കലുണ്ടായിരുന്ന ആ ഉത്സാഹം ഇന്ന് കുറഞ്ഞു വരുന്നു. ജീവിതത്തിൽ പരാജയപ്പെടുന്നു, ജയജീവിതം നഷ്ടപ്പെടുന്നു. ഇതാ ദൈവമക്കളെ, അത് അസ്വസ്ഥമാക്കി. ദാവീദിൻ്റെ ജീവിതത്തിൽ അതും അസ്വസ്ഥമാക്കി. നാലാമത്തെ കാര്യം, നാം ഇത് വായിക്കുമ്പോൾ ഈ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എത്രത്തോളം. നമുക്കത് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏതാണ്ട് 4 തവണ എത്രത്തോളം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇത് എത്ര കാലം ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കണം? പ്രാർത്ഥിച്ചിട്ടും അനേകം നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ കാലങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? ദൈവമക്കളെ, ചിന്തിക്കുകയാണ്. ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ദീർഘകാലം നിലനിൽക്കുമ്പോൾ ജീവിതം തളരുകയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇയ്യോബിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇയ്യോബിന് ഒരു ഭാരവും ഉണ്ടായില്ല. ഒരിക്കലും ആ ജീവിതം തളർന്നില്ല. ഇതാ മക്കൾ നഷ്ടപ്പെട്ടു, അപ്പോഴും ഇയ്യോബിന് ഒട്ടും ഭാരം ഉണ്ടായില്ല. ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ഈ 2 അവസരങ്ങളിലും ഇയ്യോബിന് ഒരു തളർച്ചയും ഉണ്ടായില്ല. എന്നാൽ ശരീരം വ്രണം കൊണ്ട് നിറഞ്ഞു. ശരീരത്തിൻ്റെ വേദന അതുപോലെ അസഹ്യമായി നീങ്ങുന്നു. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. സ്വന്തം ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞു. ഇതാ സ്നേഹിതന്മാർ വന്നിട്ട് ഒരു നല്ല വാക്കും പറയുന്നില്ല. അതിൻ്റെ മധ്യത്തിൽ ഇതാ ഇയ്യോബ് തളർന്നുപോയി. ദീർഘകാലം ഈ വേദനകൾ സഹിക്കേണ്ടി വന്നപ്പോൾ ദൈവമക്കളെ, ഇയ്യോബ് തളർന്നുപോയി. ഇയ്യോബ് അതിൻ്റെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ ജന്മദിനത്തെ ശപിച്ചുകൊണ്ട്, പിന്നെ ഇയ്യോബിൻ്റെ നാവിൽ നിന്ന് വരുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ദീർഘകാലം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മെ ജീവിതത്തെ തളർത്തിക്കളയും, നമ്മെ ജീവിതത്തെ വിഷമിപ്പിക്കും. നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള വഴി അടഞ്ഞു പോകുന്നത് പോലെ തോന്നും. നമ്മൾ നിരാശപ്പെട്ടു പോകും. ദൈവമക്കളെ, എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുമ്പോഴും ഇതാ ഈ സങ്കീർത്തനക്കാരൻ നിരാശപ്പെടുന്നില്ല. സങ്കീർത്തനക്കാരൻ ഇതാ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? നമുക്ക് വായിക്കാം 3-4 വാക്യങ്ങൾ. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയുമരുതേ. എൻ്റെ ദൈവമായ യഹോവേ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ. നിങ്ങൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വായിക്കണം ദൈവമക്കളെ. വേദപുസ്തകം വായിക്കുമ്പോൾ അലക്ഷ്യമായിട്ടിരുന്ന് വായിക്കരുത്. അതിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ തുടങ്ങിയപ്പോൾ യഹോവേ എന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ദൈവമായ യഹോവേ. പ്രാർത്ഥനയ്ക്കുള്ള ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയുടെ ചില വാക്കുകൾ ഉരുവിട്ടത് കൊണ്ട് പ്രയോജനമില്ല, ചില ജൽപ്പനങ്ങൾ ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കാൻ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ദൈവമക്കളെ, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ. എനിക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എന്നെ ആ ദൈവത്തെ സ്വന്തമാണ്, എൻ്റെ അപ്പനാണ്, ആ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവമായ യഹോവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്.
ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവിടെ നമുക്ക് വായിക്കാം, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, കടാക്ഷിക്കണമേ. എന്താണ് അതിൻ്റെ കടാക്ഷിക്കുക? ഇംഗ്ലീഷ് വേർഷനിൽ, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ അത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൺസിഡർ മീ, ലോർഡ് കൺസിഡർ മീ. എന്നെ ഒന്ന് പരിഗണിക്കണം കർത്താവേ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ, എന്നെ വിട്ട് കടന്നു പോകല്ലേ യേശുവേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന്, നിങ്ങളുടെ പായിലിരുന്നു കൊണ്ട് രാത്രിയുടെ ഏകാന്തത്തിൽ ആരും കാണാതെ നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന്, എൻ്റെ കർത്താവേ എന്നെ ഒന്ന് പരിഗണിക്കണേ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ കർത്താവേ. എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണല്ലോ കർത്താവേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണല്ലോ കർത്താവേ. എനിക്ക് വേറെ ആരോടും പറയാനില്ലല്ലോ കർത്താവേ. നിൻ്റെ സന്നിധിയിൽ ഞാൻ ഒറ്റയ്ക്ക് കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അറിയിക്കാനൊന്നുമില്ല കർത്താവേ. നിൻ്റെ സന്നിധിയിൽ ചോദിച്ചു കൊണ്ട് വരാൻ എനിക്ക് ഒരർഹതയുമില്ല. നിൻ്റെ സന്നിധിയിൽ ഡിമാൻഡ് ചെയ്യാൻ എനിക്കൊന്നുമില്ല കർത്താവേ. നീ എന്നെ ഒന്ന് പരിഗണിക്കണം കേട്ടോ കർത്താവേ, നീ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കർത്താവേ. ഹല്ലേലൂയ. ഈ പാപിയായ ഞാൻ നിന്റെ സന്നിധിയിലിരുന്ന് എൻ്റെ ഹൃദയം പകരുകയാണ് കർത്താവേ. നീ എന്നെ ഒന്ന് പരിഗണിക്കണേ. ദൈവമക്കളെ, ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ദൈവമക്കളെ. ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയും പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോയപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ യാചിക്കുകയാണ്. നിന്നോട് ചോദിച്ചു വാങ്ങുകയല്ല കർത്താവേ, നിന്നോട് ഞാൻ യാചിക്കുകയാണ് എൻ്റെ യേശുവേ. ഹല്ലേലൂയ. രണ്ടാമത്തത്, എനിക്ക് ഉത്തരമരുളണമേ. ലോർഡ് ആൻസർ മീ, ലോർഡ് ആൻസർ മീ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് വചനാടിസ്ഥാനത്തിലാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് എടുക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അടുത്ത വാക്യം കൂടി വായിക്കാം. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്, ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്ന ദൈവമുണ്ട്. ഒന്ന്, ലോർഡ് കൺസിഡർ മീ. 2, ലോർഡ് ആൻസർ മീ. മൂന്നാമത്തത്, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മൂന്നാമത്തെ കാര്യം, എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണം, എൻ്റെ അകക്കണ്ണൊന്ന് തുറന്നു തരണം. ദൈവമക്കളെ, ഹല്ലേലൂയ. അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ദർശനം കിട്ടും ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ആ ദൈവീക സംരക്ഷണം നമുക്ക് ലഭിക്കും ദൈവമക്കളെ. ഏലിയാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതാ ഏലിയാവ് നിരാശപ്പെട്ട് കിടക്കുകയാണ്. മരിച്ചാൽ മതി, തീയിറക്കിയവൻ. ഹല്ലേലൂയ. ഇതാ ആഹാബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയാണെന്ന് വിരൽ ചൂണ്ടിയവൻ. ഹല്ലേലൂയ. ഇനി മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് ധൈര്യത്തോടെ പറഞ്ഞവൻ ഇന്ന് നിരാശപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. മരിച്ചാൽ മതി, ഈ മരുഭൂമിയിൽ കിടന്ന് ഒരു അനാഥപ്രദം പോലെ ആരും അറിയാതെ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് കിടക്കുന്നവൻ്റെ അടുക്കലേക്ക് നിത്യനായ ദൈവം കടന്നു വന്നു. ദൈവം ഭക്ഷണം കൊടുത്തു. അവനോട് പറഞ്ഞു, ഞാൻ ഒരാളെ ശേഷിച്ചിട്ടുള്ളൂ. ഇല്ല, അവൻ്റെ നോട്ടത്തിൽ ഞാൻ ഒരാളെ ഉള്ളൂ എന്നാണ്. എന്നാൽ ഹല്ലേലൂയ, അനേക ദൈവമക്കളെ നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നീ ഇത് നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. ഏലിയാവിനെ ധൈര്യപ്പെടുത്തിയ ജീവനുള്ള ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പോഴാണ് ബാലിന് മുട്ടുകുത്താത്ത അനേകരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. നീ ചിന്തിക്കുന്നത് നീ നിന്നിലേക്കാണ് തോക്കുന്നത്, നിന്റെ കുറവുകളിലേക്കാണ്, നിന്റെ
എൻ്റെ ബലഹീനതകളിലേക്കാണ്. ഇനി വേണ്ട, ഇനി വേണ്ട, എനിക്കൊന്നും വേണ്ട, ഇനി എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, എന്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് ചോദിച്ചവരില്ലേ ദൈവമക്കളെ? എന്നാൽ ദൈവമക്കളെ, എന്നും അങ്ങനെയാണ്. ജീവിത ഭാരങ്ങൾ കടന്നു വരുമ്പോൾ അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. പുറത്തേക്ക് നോക്കാൻ, ഹല്ലേലൂയ, പുറമേയിലേക്ക് നോക്കുവാൻ, ദൈവ സന്നിധിയിലേക്ക് നോക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഏലീശായുടെ കാലത്ത് ആ ഭൃത്യനോട് പറഞ്ഞു, എന്താണ് നീ നോക്കുക, അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. വലിയൊരു സംരക്ഷണം, ഈ ആ വീടിന് ചുറ്റും വലിയൊരു സംഘം ദൈവത്തിൻ്റെ ദൂതന്മാര് കാവൽ ചെയ്യുന്നത്. ആ ഏലീശായുടെ ഭൃത്യൻ അത് മനസ്സിലായില്ല. ഏലീശായുടെ ഭൃത്യൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ സ്വർഗീയ സംരക്ഷണം കണ്ടു. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, സ്വർഗത്തിലെ സംരക്ഷണം, എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കുണ്ട്. എൻ്റെ ആന്തരികമായ കണ്ണ് തുറന്നാൽ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ഈ പ്രശ്നത്തിലേക്കാണ് നോക്കുന്നത്, എൻ്റെ പ്രതിസന്ധിയിലേക്കാണ് നോക്കുന്നത്, എനിക്കാരുമില്ല, ദൈവം പോലും എന്നെ മറന്നുപോയോ, ദൈവം പോലും എന്നെ കൈവിട്ടുപോയോ, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ, എൻ്റെ അകക്കണ്ണൊന്ന് തുറന്നു തരണമേ. എൻ്റെ ചുറ്റും സ്വർഗീയ ദൂതന്മാര് കാവൽ ചെയ്യുന്നത്, എനിക്ക് സംരക്ഷണം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് കാണണം, ആ സ്വർഗീയ ദർശനം ഇന്ന് കാണണമെന്നുള്ള ആ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലിരിക്കണം. ദൈവമക്കളെ, അടുത്തത് നാം വായിക്കുമ്പോൾ 5-6 വാക്യങ്ങൾ ഇതാ സ്തോത്രത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, പാട്ടുപാടുകയാണ്. സങ്കീർത്തനക്കാരൻ പാട്ടുപാടുകയാണ്. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതികൂലങ്ങളൊന്നും മാറിയില്ല, പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, പ്രശ്നങ്ങളെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ഇതാ സങ്കീർത്തനക്കാരൻ ചിലത് ദർശിച്ചു, ചിലത് അനുഭവിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥനയിലൂടെ ആ ശക്തി ദൈവദാസൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്താണ് അവൻ എന്താണ് അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം? പാട്ടിൻ്റെ കാരണം എന്താണ്? പാട്ടിനൊരു കാരണമുണ്ട് ദൈവമക്കളെ. ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഒന്നാമത്തത് ദൈവത്തിൻ്റെ കരുണയെ അവൻ കണ്ടു. ഹല്ലേലൂയ. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവമക്കളെ, നാം എത്ര കാലം പ്രശ്നങ്ങളിലേക്ക് നോക്കി നിന്നാലും അതൊന്നും മാറുകയില്ല, അതൊന്നും മാറില്ല, അതൊന്നും മാറാൻ സാധ്യതയില്ല. എന്നാൽ ഹല്ലേലൂയ, ഒരു ഭക്തൻ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണെങ്കിൽ അത് വലുതാണ്. ദൈവമക്കളെ, നിന്റെ പ്രശ്നത്തെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു, അവൻ്റെ കരുണ വലുതാണ്. ദൈവമക്കളെ, അത് രാവിലെ തോറും പുതിയതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ. ഇന്ന് നാം ആ കരുണയിൽ ആശ്രയിക്കാം. കർത്താവേ, നിന്റെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും, കരുണാസമ്പന്നനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കരുണയിൽ സമ്പന്നനാണ്. ഹല്ലേലൂയ. അവനെ പോലെ സമ്പന്നൻ വേറെ ആരുമില്ല. ദൈവമക്കളെ, കരുണ നിറഞ്ഞ കണ്ണുള്ളവനാണ്. തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ ഇരിക്കരുത്. ആ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കരുണ നിറഞ്ഞ കർത്താവേ, നീ എന്നെ ഇന്നൊന്ന് കരുണയോടെ ഒന്ന് നോക്കണേ, എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, എൻ്റെ പ്രസംഗത്തിൽ നിന്ന് പരിഹാരം തരണമേ. ദൈവമക്കളെ, ഒന്ന് കരുണയിൽ ആശ്രയിച്ചു. രണ്ടാമത്തത് നാം വായിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, 1-ാം വാക്യത്തിൽ പരാതി പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സങ്കീർത്തനക്കാരൻ ഇന്ന് പാട്ടോടുകൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ രക്ഷ അവൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. പഴയകാലങ്ങളിലേക്കൊക്കെ ദാവീദ് നോക്കുകയാണ്, ദൈവം രക്ഷിച്ച വിധം
ഹല്ലേലൂയ. ദൈവം രക്ഷിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഗോലിയാത്തിന്റെ മുമ്പിൽ ഞാൻ തകർന്നു പോയേനെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു സിംഹവും കരടിയും വന്നപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ എന്നെ തകർത്ത് കളഞ്ഞേനെ. ഹല്ലേലൂയ. എന്നാൽ സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ രക്ഷിച്ച എൻ്റെ ദൈവം, ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ രക്ഷിച്ച ദൈവം, അവൻ്റെ നാമം എൻ്റെ നാവിലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയ പലകയിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, നീ നിന്ദിച്ചിട്ടുള്ള ആ നിത്യനായ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ നേരിടുന്നത്. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ നാമമുണ്ട്. ആയുധം ധരിക്കാൻ അറിയത്തില്ല, ശത്രുവിനോട് പോരാടി വിജയിച്ചിട്ടില്ല. ഇതാ കാടിനെ നോക്കിക്കൊണ്ട് നടന്ന ദാവീദ് പറയുകയാണ്, ഞാൻ നിത്യനായ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ നിന്നെ നേരെ വരുന്നത്. ദൈവമക്കളെ, രക്ഷയിൽ ആനന്ദിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ ആ വിധങ്ങളിലേക്ക് നാം നോക്കി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്ലസ് പോയിന്റ്സ് എണ്ണുക. കർത്താവേ, എത്രത്തോളം എന്നെ സഹായിച്ചല്ലോ, ആയുസ്സും ആരോഗ്യവും തന്ന് ഇന്ന് ഈ വചനത്തിന്റെ കീഴിൽ എന്നെ കൊണ്ടുവന്നല്ലോ. അനേകർ ഈ വചനത്തെ തള്ളിക്കളഞ്ഞപ്പോ, പുച്ഛിച്ചു മാറ്റിക്കളയുമ്പോൾ, ഹല്ലേലൂയ, ഈ ജീവന്റെ വചനത്തിന്റെ അടുക്കലേക്ക് എൻ്റെ യേശുവേ നീ എന്നെ കൊണ്ടുവന്നല്ലോ. ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, ഇന്ന് സ്തുതിക്കാൻ നിങ്ങൾക്ക് വകയുണ്ടോ? പാട്ടുപാടാൻ നിങ്ങൾക്ക് വകയുണ്ടോ? ഹല്ലേലൂയ. വീണ്ടും പറയുക, യഹോവ എനിക്ക് ചെയ്ത നന്മ, 1 കരുണ, 2 രക്ഷ, 3 നന്മ. ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മ എന്താണ്? എൻ്റെ പ്രാണനെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്ദിയുണ്ടോ ദൈവമക്കളെ? ഈ പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമിക്കാം. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. നിരാശയിൽ നിന്ന് പ്രാർത്ഥനയുടെ വഴിയിലൂടെ പ്രത്യാശയിലേക്കും പാട്ടിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങിയ ദൈവദാസനെ കുറിച്ച് അങ്ങ് കേട്ടു കർത്താവേ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഇന്ന് ഈ കർത്താവേ പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയം പകർന്നുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞ്, എല്ലാ രോഗത്തിൻ്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞ് സന്തോഷത്തോടെ നിന്നെ പാടി സ്തുതിക്കുവാൻ, പാടി പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.